സ്വാമിയാരെയും ബാക്കി വിശിഷ്ടാതിഥികളെയും ഇതിന്റെ ഡിസ്ട്രിക്ട് ഗവർണറെയും ഒക്കെ കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞാൽ ഗംഭീരമായ സദ്യയുണ്ട്. സദ്യക്ക് നല്ല ഇലമുണ്ട്. പന്തലാണെ അതിഗംഭീരൻ പന്തലാണ്. ഇതിനകത്ത് കൊടുക്കുന്നത് പഴയ ഹെർക്കുലീസ് സൈക്കിളിന് ഒരു വീലും കൂടെ ഫിറ്റ് ചെയ്തിട്ട് എടുത്തു കൊടുക്കുന്നതിനാണ് ഇത്രയും ചെലവാക്കിയിരിക്കുന്നത്. പഴയൊരു ഹെർക്കുലീസ് സൈക്കിൾ ഒരു 250 രൂപയ്ക്ക് വാങ്ങിച്ച് അതിലേക്ക് ഒരു വീലും കൂടെ കൂടി ഒരു കൊല്ലനെ കൊണ്ട് പിടിപ്പിച്ച് അതിനകത്ത് ഇരിക്കാനൊരു സൗകര്യം ഉണ്ടാക്കിയിട്ട് ഒരുത്തന് കൊടുക്കുന്നതിനാണ് ഇത്രയും പരിപാടി. സൈക്കിളിനെല്ലാം കൂടെ ചെലവ് 250. ഇത് ദാനം ചെയ്യുന്ന ചടങ്ങിന്റെ ചെലവെല്ലാം കൂടെ ഒരു 25,000 ബഡ്ജറ്റില്. അപ്പൊ അങ്ങനെയാണ് ഈ ദാനം മഹത്തരമാകുന്നത്. ആളുകൾ അങ്ങനെ ഇട്ടാ അവിടെ ഇരുന്നോട്ടെന്ന് ശല്യപ്പെടുത്തണം. അയാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ചെഴുതിക്കാൻ പോകണ്ട. അയാൾക്ക് ഇഷ്ടം തോന്നിയിട്ടില്ലേ? നമ്മളിപ്പോ ഇരുത്തിയതല്ലല്ലോ. മാത്രമല്ല ഇനി വരുന്നവരത് കണ്ടങ്ങ് ഇരുന്നോളൂ. നിങ്ങൾക്ക് ഇനി താഴോട്ടിറങ്ങി ഇരിക്കണം തോന്നുന്നവർക്ക് നിങ്ങൾക്കും കൂടെ ഇരിക്കാൻ ബഹുമാനം കൊണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പോ ഈ ദാനം ചെയ്യുന്നത് ഇങ്ങനെയാണ് കണ്ടത്. തന്റെ അച്ഛനും ദാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അച്ഛനോട് ഇന്ന് ചോദിക്കാൻ പറ്റില്ല, അച്ഛൻ നല്ലത് കൊടുക്കണ്ടെന്ന് ചോദിക്കാൻ പാടില്ല. അച്ഛനെ ധിക്കരിക്കാൻ പാടില്ല. മകന്റെ വിഷമം എത്രയാണെന്ന് നോക്കണം. അച്ഛനെ ധിക്കരിക്കാൻ പാടില്ല. അച്ഛൻ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റ് ചെയ്യുന്നവന്റെ പിതാവ് വീഴാൻ പോകുന്നത് വളരെ മോശമായ ദുഃഖങ്ങളിലാണ്, നരകങ്ങളിലാണ്. പുത്രൻ സൗമ്യമായി ഉപനയനത്തിൽ ചോദിക്കുന്ന ഏറ്റവും സൗമ്യമായ ചോദ്യം തന്നെ അച്ഛനോട് ചോദിച്ചു. എല്ലാം ദാനം ചെയ്യേണ്ട ഈ ചടങ്ങിൽ അച്ഛൻ അവസാനം എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? പീതോദകകളായും ജഗ്ധതൃണകളായും ദുഗ്ധദോഹകളായും നിരീന്ദ്രിയകളായുമുള്ള ഈ പശുക്കളെയെല്ലാം ദാനം ചെയ്യുന്ന അല്ലയോ പിതാവേ, അങ്ങ് എന്നെ ആർക്കാണ് കൊടുക്കുക? എന്നെയും ദാനം ചെയ്യണം, ഞാനും അങ്ങയുടെ സ്വത്താണ്. ഉപനയനത്തിൽ ഉപയോഗിക്കുന്ന അതേ പദം തന്നെ അച്ഛൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ചോദിക്കും തന്റെ ജാഗ്രത്തിന്റെ ശരീരത്തിന്, രണ്ടാമത് ചോദിക്കും തന്റെ സ്വപ്നത്തിന്റെ ശരീരത്തിന്, മൂന്നാമത് ചോദിക്കും തന്റെ സുഷുപ്തിയുടെ ശരീരത്തിന്. 3 ശരീരങ്ങളോടുകൂടിയ മനുഷ്യൻ തന്റെ ജാഗ്രത് ശരീരത്തെ ആരിലേൽപ്പിക്കും? തന്റെ സ്വപ്ന ശരീരത്തെ ആരിലേൽപ്പിക്കും? തന്റെ സുഷുപ്ത ശരീരത്തെ, കാരണ ശരീരത്തെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും? 3 പ്രാവശ്യം ചോദിക്കുമ്പോഴെങ്കിലും ഉത്തരം പറയണമെന്നുണ്ട്. ഇപ്പൊ ഇല്ല, പണ്ടുകാലത്തുണ്ട്. പണ്ടുകാലത്ത് ഒരാൾ ചോദിച്ചിട്ട് ഉത്തരം പറയാതിരുന്ന് കേട്ടില്ല എന്ന് അടിച്ചു വിടാം ഒരു പ്രാവശ്യത്തേക്ക്. രണ്ടാമത് ചോദിക്കുമ്പോൾ വീണ്ടും പറഞ്ഞില്ല. മൂന്നാമത് ചോദിച്ചിട്ടും പറയാതിരിക്കുകയാണെങ്കിൽ അവന്റെ പഠിപ്പ് പോകുമെന്നാണ് പണ്ടുള്ള നിയമം. അതാണ് കാരണം വിദ്യ തനിക്ക് അറിയുന്നത് പറയാൻ വേണ്ടിയുള്ളതാണ്. നാവ് തന്റെ അറിവിനെ തുറന്നു വയ്ക്കാനുള്ളതാണ്. അല്ലാത്തവന് വിദ്യ ഉണ്ടാവരുത് എന്ന് വിദ്യ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. ആരെങ്കിലും നമ്മോട് ഒരു പ്രാവശ്യം ചോദിച്ചു, അത് അഗണ്യകോടിയിൽപ്പെടുത്തി. 2 പ്രാവശ്യം ചോദിച്ചു, നിസ്സാരമായി തള്ളി. കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും മൂന്നാമത് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ വിദ്യ നമ്മോടൊപ്പം നിൽക്കില്ലെന്ന് നൈയായിക മതം. നല്ല നൈയായികനായതുകൊണ്ട്, ന്യായശാസ്ത്രമൊക്കെ നല്ലപോലെ പഠിച്ചവനായതുകൊണ്ട് ഈ പിതാവ് മകന്റെ ചോദ്യം 3 പ്രാവശ്യം കേട്ടിട്ട് മറുപടി പറയാതിരുന്നാൽ തനിക്ക് വരാവുന്ന അപജയത്തെ മനസ്സിലാക്കി മകനോട് മെല്ലെ പറഞ്ഞു. അല്പം കോപം കലർത്തി പറഞ്ഞു, നിന്നെ ഞാൻ യമധർമ്മന് കൊടുക്കും. മകൻ സാധാരണക്കാരനല്ലാത്തതുകൊണ്ട് ആലോചിച്ചു, യമൻ എന്നെ കൊണ്ട് എന്താ പ്രയോജനം? എന്തിനാ അച്ഛൻ എന്നെ യമന് കൊടുക്കുന്നത്? സാധാരണയാണെങ്കിൽ യമന് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനെ എടുത്തിട്ടാണ് മക്കൾ തിരിച്ചങ്ങോട്ട് ചൂടാവുക. ഇത് ഉത്തമനായതുകൊണ്ട് ഒരു അച്ഛൻ മകനെ യമന് കൊടുക്കുന്നത് എന്തിനാ? യമൻ എന്താ പ്രയോജനം? തന്നെ കൊണ്ട് എന്ത് കാര്യം? മകൻ മെല്ലെ അച്ഛന്റെ അടുക്കൽ പറഞ്ഞു, അച്ഛൻ
മുമ്പ് ജനിച്ചവരെ ആലോചിച്ച് നോക്കുക, ഇനി ജനിക്കാൻ പോകുന്നവരെ പറ്റിയും ആലോചിക്കുക. കാരണം മുമ്പ് ജനിച്ചവരൊക്കെ വാക്കു പാലിച്ചിട്ടുള്ളവരാണ്. എന്നെ യമന് കൊടുക്കുമെന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാനിതാ യമന്റെ അടുക്കലേക്ക് യാത്രയാവുകയാണ്. എന്നെ യമന്റെ അടുക്കലേക്ക് യാത്രയാക്കിയാലും തന്റെ അച്ഛന്റെ വാക്ക് സാധുവാകുന്നതിലൂടെയാണ് തന്റെ വാക്ക് നാളെ സാധുവാകുന്നത്. കാരണം താൻ അച്ഛനോട് പറഞ്ഞതാണ്, മുമ്പ് ജീവിച്ചിരുന്നവരെ പറ്റി ആലോചിക്കുക, ഇനി വരാൻ പോകുന്നവരെ പറ്റി ആലോചിക്കുക. അതാണ് സമൂഹം. സാമൂഹിക അവബോധത്തിൽ അച്ഛൻ എന്ന വ്യക്തി തനിച്ചല്ല, ഞാനെന്ന വ്യക്തി തനിച്ചല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമുക്കിത് പഠിക്കാനുള്ള വൈഷമ്യം വരുന്നത് നമ്മൾ സമൂഹത്തിൽ ഒറ്റയ്ക്കാണ്, വൈയക്തികതയിൽ സമൂഹമായിട്ടാണ്. ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ മുഴുവൻ ആവിർഭവിക്കുന്നത് അവിടെയാണ്. നമ്മളെല്ലാം 50 പേര് കൂടുന്നിടത്ത് എന്നെ കൊണ്ടിരുത്തിയാൽ അവിടെ ആ 50 പേരിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എത്രത്തോളം എന്ന് 50 പേരെ ബോധ്യപ്പെടുത്തി എന്റെ വൈയക്തികതയെ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ഞാൻ മഹാനായി തീരുക. അങ്ങനല്ലേ? അവിടെ ഞാൻ വ്യക്തിയായി, ആത്മനിഷ്ഠനായി, ധ്യാനമൊക്കെ 50 പേരുടെ മുമ്പിലാണ് ഉണ്ടാവുക. ഒറ്റയ്ക്കിരിക്കാൻ എനിക്കൊരു സമയം കിട്ടിയാൽ എനിക്ക് ധ്യാനിക്കാനാവില്ല, ജപിക്കാനാവില്ല. 4 പേര് വീട്ടിലെത്തിയാലാണ് രാവിലെ എനിക്ക് കുളിക്കാൻ തോന്നുക. ഞാൻ തനിച്ചവിടെ ഇരിക്കുകയാണെങ്കിൽ കുളിയില്ല. ശരിയല്ലേ? കാരണം കുളി എന്റെ വൈയക്തിക ആവശ്യമാണ്. അത് വ്യക്തിയാവുമ്പോ എനിക്കില്ല. എന്റെ വ്യക്തിപരങ്ങളായ കാര്യങ്ങൾ അത്രയും സമൂഹത്തിലും സാമൂഹികമായ കാര്യങ്ങൾ അത്രയും എന്റെ വൈയക്തികതയിലും മാറി പ്രതിഫലിക്കുക. ഇത് ഏറ്റവും വലിയ ശാപമാണ്. സത്യത്തിൽ ഇനിയൊന്ന് ആത്മനിഷ്ഠമായി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് തന്നെയല്ലേ നമ്മുടെ എല്ലാം ശാപം? അല്ല? നമ്മുടെ ശാപം ഇതല്ല? ഇത് തന്നെയല്ലേ? ഇതങ്ങ് മാറ്റിയാൽ നമ്മളെല്ലാം രക്ഷയുള്ളൂ. ഇത്രയും ഉപനിഷത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന്റെ ആ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ ഇതൊന്ന് മാറ്റിയാൽ മതി, നേരെ തിരിച്ചാ മതി. ഈ സാധനം ഒന്ന് നേരെ തിരിച്ചു വെച്ചാൽ മതി. സമൂഹത്തിലാകുമ്പോൾ എങ്ങനെയുള്ള സമൂഹത്തിലാണോ അതിന്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സമൂഹത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ലാതെ നിൽക്കാൻ കഴിഞ്ഞാൽ, വൈയക്തികതയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ തന്റെ സ്വരൂപത്തിൽ ആനന്ദിക്കാൻ ഒരു വ്യക്തി തുടങ്ങിയാൽ അവന്റെ 2 ബോധവും സമാനതയുള്ളതായി മാറുകയും സൗമ്യമായി തീരുകയും അവൻ ഉയരുകയും ചെയ്യും. വ്യക്തിവികാസത്തിന്റെ പ്രാഥമിക പാഠം ഇതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ വ്യക്തിക്കും അവന്റെ വൈയക്തികങ്ങളായിരിക്കുന്ന ആത്മനിഷ്ഠങ്ങളായ കാര്യങ്ങൾ അത്രയും സമൂഹത്തിൽ ബോധ്യപ്പെടുത്തിയെടുക്കണം. സമൂഹത്തിൽ ബോധ്യപ്പെടേണ്ട അവന്റെ സ്വഭാവ സവിശേഷതകൾ അത്രയും അവിടെ ശൂന്യവുമാണ്. ഒരച്ഛൻ തന്റെ ഏകാന്തതയിൽ അച്ഛനായതുകൊണ്ട് പ്രയോജനമില്ല. ഒരച്ഛൻ മകനുമായുള്ള ഇടപാടിന്റെ വേളകളിൽ മാത്രമാണ് നല്ല അച്ഛനായിരിക്കേണ്ടത്. ശരിയല്ലേ?
ഒരു മകൻ നല്ലവനായിരിക്കേണ്ടത് അവന്റെ അമ്മയുടെയും അച്ഛന്റെയും മുമ്പിലെത്തുമ്പോഴാണ്. അല്ലേ അല്ലേ അല്ലേ? ഏ ഒരു നല്ല മകൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിലെത്തുമ്പോഴല്ലേ നല്ലവനായിരിക്കണ്ടേ? കാരണം അവിടെയല്ലേ മകന്റെ മാറ്റം വയ്ക്കുന്നത്. ഒരു നല്ല മകൻ അവന്റെ അച്ഛൻ അമ്മ അവരോട് ഇടപെടുന്ന വേളയിലാണ് അവന്റെ സ്വഭാവം കൊണ്ട് അവർക്കാണ് ബോധ്യപ്പെടേണ്ടത്. മകൻ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ മാത്രമുള്ള പാരസ്പര്യത്തിന്റെ ബന്ധമാണ്. അല്ലേ? അല്ല, അയാൾക്ക് പാരസ്പര്യമുണ്ടെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും സാന്നിധ്യത്തിൽ മാത്രമേ മകനുള്ളൂ. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ മകനല്ല, അപ്പോഴവൻ വ്യക്തിയാവണം. നമ്മുടെ എല്ലാ വ്യക്തിത്വവും ആപേക്ഷികമാണ്. എല്ലാ വ്യക്തിത്വവും ആപേക്ഷികമാണ്. നാം ജീവിതത്തിന്റെ ഓരോ രംഗത്തും ഇടുന്ന ഓരോ കോട്ടും അതാത് സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ ഭർത്താവ് എന്ന പദം ചേരുമ്പോൾ മാത്രമേ ഭാര്യയുള്ളൂ. അവിടെ അവളിലെ മകൾ ഉണർന്നു വരികയോ അച്ഛന്റെ അടുക്കലിരിക്കുമ്പോൾ അവളിലെ ഭാര്യ ഉണർന്നു വരികയോ ചെയ്താൽ നമ്മുടെ സംസ്കൃതി ആകെ താറുമാറാവും. റൈറ്റ്? ശരിയല്ല? പുത്രൻ അമ്മയുടെ അടുക്കൽ ഭർത്താവിന്റെ വികാരങ്ങൾ ഉണർന്നു വരികയും ഭാര്യയുടെ അടുക്കൽ അച്ഛന്റെ വികാരങ്ങൾ ഉണർന്നു വരികയും ചെയ്താൽ ജീവിതം സുഖമല്ല. ശരിയല്ല? 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 അപ്പൊ ഇത് എവിടെ പ്രയോഗിക്കുന്നു എന്നുള്ളതിന് കറക്റ്റായ ഒരു മാനദണ്ഡം ആദ്യം വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്. ആരോടാണ് ഇടപെടുന്നത്? എവിടെ വെച്ചാണ് ഇടപെടുന്നത്? എന്താണ് ഇടപെടുന്നത്? അല്ല, അറിവ് കുറവല്ല ലോകത്തിന്റെ പ്രശ്നം. നിങ്ങളൊരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ ആ സമൂഹത്തിൽ ഒരുവനായാൽ എന്തോ നഷ്ടപ്പെടുന്നത് പോലെ ആ സമൂഹത്തിൽ വേറിട്ട് നിൽക്കാനും, വേറിട്ട് നിന്ന് മല്ലടിച്ച് നിങ്ങൾ നിങ്ങളുടെ ഏകാന്തതയിലേക്ക് പോകുമ്പോൾ അത് മുഴുവൻ തെറ്റാണെന്ന് പരിശോധന നടത്തുവാനും തുടങ്ങുന്നതുകൊണ്ട് പരിഹാരമില്ലല്ലോ. മാത്രവുമല്ല, നിങ്ങൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ വടു എന്തെല്ലാം ചെയ്താലും പരിഹരിക്കപ്പെടുകയുമില്ല. ശരിയല്ല? ഇങ്ങനല്ലേ പഠിക്കേണ്ടതോ? എനിക്ക് തലതിരിഞ്ഞോ? നിങ്ങളുടെ ദൃഷ്ടിയിൽ തലതിരിഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നു. അല്ലേ? നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാണ്? സമൂഹത്തിൽ നിങ്ങൾ 10-50 പേര് കൂടുന്ന ഒരു സമൂഹത്തിൽ എത്തുമ്പോ നിങ്ങൾ ധ്യാനിക്കാനിരിക്കുക, ജപിക്കാനിരിക്കുക, ഭയങ്കരമായ ആത്മനിഷ്ഠയൊക്കെ കാണിക്കുക. അത്രയും പേര് സർട്ടിഫൈ ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? ഇത് കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഞാൻ ആ കാണിച്ച മുഴുവൻ ജാടയായിരുന്നു? എന്തൊരു ദുഃഖമാണത്. ശരിയല്ല? മനസ്സിലാകുന്നില്ല അതോ? അപ്പൊ വ്യക്തി വ്യക്തിയായിരിക്കുമ്പോഴുണ്ടായിരിക്കേണ്ട നന്മകളുണ്ട്, വ്യക്തി സമൂഹത്തിലായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട നന്മകളുണ്ട്. രണ്ടും രണ്ടാണ്. ഇതിനെ ഡീമാർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തിനും ഇതിനെ ഡീമാർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തിക്കും മാത്രമേ സമൂഹത്തിൽ ആനന്ദം കിട്ടൂ. ഇതാണ് പ്രാചീനൻ ചെയ്ത പണി. അവന്റെ വിദ്യാഭ്യാസത്തിന്റെ അളവുകോൽ ഇതാണ്. ഇതിന് ഓരോ സ്ഥലത്തും പെരുമാറാനുള്ള പെരുമാറ്റ ചട്ടമുണ്ട്. അങ്ങനല്ലേ എന്ന് പറയണ്ടേ? എ കോഡ് ഓഫ് കോണ്ടക്ട് എന്നല്ലേ നിങ്ങൾ പറയാ? അല്ലേ? ഒരു പെരുമാറ്റ വിശേഷം. അതാണ് നമുക്കില്ലാതെ പോയത്. നമുക്കെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനെ ഇന്നില്ലാതെ പോയത്. നമ്മുടെ ഇന്നത്തെ ജീവിതം നോക്കിയാൽ, നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് മുഴുവൻ നോക്കിയാൽ ഇവിടെയാണ് നമുക്ക് തകരാറ് പറ്റിയിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ
വീട്ടില് ഒരു മുറിക്കകത്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മളിലുണ്ടാകാവുന്ന വികാരങ്ങളും വിചാരങ്ങളും ഭാവങ്ങളും എല്ലാം നാം ഒരു 4 പേരോടൊപ്പം ഇരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഭാവങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഇതിനെ തിരിച്ചറിയുവാനുള്ള ഒരു കരുത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് കുറഞ്ഞു പോയിട്ടില്ലേ? അത് കുറഞ്ഞു പോയിട്ടില്ലേ? അതോ അനക്കം കാണുന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. കുറഞ്ഞു പോയിട്ടില്ല. കാര്യം നമ്മളൊക്കെ വലിയ വിദ്യാഭ്യാസമുണ്ടല്ലോ. പണ്ടുള്ളവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരുന്നു. ശരിയല്ല? പണ്ടുള്ളവന് ഇത്രയും പരീക്ഷകളൊന്നും പാസ്സായിട്ടില്ല. പക്ഷെ നീ വിവരം ഉണ്ടായിരുന്നു. അവനറിയാം അവന്റെ ഏകാന്തതയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. അവന്റെ ജീവിതത്തിൽ ആത്മനിഷ്ഠങ്ങളായ രംഗങ്ങൾ അത്രയും അത് ചാരുതയോടെ അവൻ കൊണ്ടുപോയിരുന്നു. അവൻ ബണ്ണാഡ് ഷായുടെ മിസസ് ഡഡ്ജന്റെ മാതിരി പള്ളിയിലേക്ക് പോകുമ്പോ എല്ലാരെയും വിളിച്ചു കൂട്ടുകയല്ലേ ചെയ്തിരുന്നേ. അങ്ങനല്ലേ എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങളിപ്പോ ക്ലാസ്സിന് പോകുന്നപ്പോ ചെയ്തപോലെ ഞാൻ നീയും വരുന്നോ, ഒരു ക്ലാസ് ഉണ്ട്. പോരാൻ വേണ്ടി വിളിച്ചതല്ല, ഞാൻ പോകുന്നുണ്ടെന്ന് അവളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണ്. അപ്പോ അത് നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി കാട്ടിക്കൂട്ടുകയാണ്. അങ്ങനല്ലേ? പള്ളി പോകുന്ന രാവിലെ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? അമ്പലത്തിലേക്ക് പോവാണെങ്കിൽ വീടും നാടും അയൽവക്കംകാരും ഒക്കെ അറിയും നമ്മൾ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ തിരിച്ചു വന്നാൽ കൂടുതലായിട്ട് അറിയും രാവിലെ പോയിട്ട് വന്നിട്ടുണ്ട്. ശരിയല്ല? നമ്മളുടെ ജീവിതത്തിന് ആ പ്യൂരിറ്റാനിക് ടച്ച് ഉണ്ട്. അങ്ങനല്ലേ എന്ന് പറയുന്നത് ആ പദത്തിന്, അല്ലേ? മറിച്ച് മറ്റതല്ല. അമ്പലത്തിൽ പോയവന് പോയി എന്ന ബോധം സാമൂഹികമായി കൊടുക്കണമെന്നേ തോന്നാതിരിക്കുക. കാരണം അത് തന്റെ ആത്മനിഷ്ഠമായ ലോകമാണ്. അത് മറ്റൊരാളുമായി പങ്കുവെച്ചാൽ തന്നെ അവന് മനസ്സിലാവില്ലാത്തതാണ്. ഞാൻ അവിടെ ചെന്ന് കണ്ട എന്റെ ലോകങ്ങളും നിങ്ങൾ അവിടെ ചെന്ന് കണ്ട നിങ്ങളുടെ ലോകങ്ങളും ഒരിക്കലും പങ്കുവെച്ച് മനസ്സിലാക്കാവുന്നവയായിരിക്കില്ല. ശരിയല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അത് പങ്കുവെക്കരുത് എന്ന് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല പഠിപ്പ്. വ്യക്തി അവന്റെ സ്വപ്നത്തിനപ്പുറം കടന്നുപോകുന്ന ലോകങ്ങൾ മറ്റൊരുത്തന് അതിശയോക്തിപരങ്ങളായി തോന്നും എന്നുള്ളത് കൊണ്ട് അവനുമായി പങ്കുവെക്കാതിരിക്കുന്ന ഒരു മര്യാദ പാലിച്ചു പോന്നിട്ടുണ്ട്. അത്ര ആത്മനിഷ്ഠമായി കടന്നുപോയവർ അവർ വേർതിരിച്ചിട്ടുണ്ട് ഇതിനെ. നമ്മൾ അവിടെയാണ് സാമൂഹികത കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്നെനിക്ക് തോന്നുന്ന ഏറ്റവും പ്രബലങ്ങളായ ഭൗതിക വികാസത്തിന്റെ കേന്ദ്രങ്ങൾ അത്രയും ആത്മനിഷ്ഠമായ ധ്യാനാത്മകതയെയും യോഗത്തെയും ഒക്കെ മുദ്രാവാക്യമാക്കിയിടത്താണ്. ശരിയല്ലേ? 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 ഭൗതിക പുരോഗതിയിൽ അധ്വാനവും ഭൗതിക പുരോഗതിയിൽ മാനവ പ്രയത്നവും ഭൗതിക പുരോഗതിയിൽ ഭൗതിക വിദ്യാഭ്യാസവും പിൻവാങ്ങിയിട്ട് ഭൗതിക പുരോഗതിയിൽ ആത്മീയതയും ആധ്യാത്മിക ഭാവങ്ങളും മതവും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ശരിയല്ല? ഇത് മനുഷ്യന്റെ ശാപം തന്നെയാണ്, വളർച്ചയല്ല. ഭൗതികമായ പുരോഗതിയെ പ്രമാണമാക്കിക്കൊണ്ട് മതബോധനത്തിന്റെയും ആത്മനിഷ്ഠയുടെയും അളവുകോൽ രൂപപ്പെടുത്തുമ്പോൾ പ്രമാണമാണോ വലുത്, പ്രമേയമാണോ വലുത്? ചോദ്യം മനസ്സിലായില്ല. പ്രമാണ പ്രമേയങ്ങളിൽ പ്രമേയം പ്രമാണത്തെ ആസ്പദമാക്കി നിൽക്കുന്നുവോ, പ്രമാണം പ്രമേയത്തെ ആസ്പദമാക്കി നിൽക്കുന്നുവോ? ചോദ്യമേ മനസ്സിലായില്ല.
പ്രമാണവും പ്രമേയവും രണ്ട് പദം, അത് മനസ്സിലായി? ഞാനൊന്നിനെ പ്രമാണീകരിച്ച് പറയുമ്പോൾ, ഇന്ന പ്രമാണം കൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ, ശ്രേഷ്ഠമായ വസ്തുവിനെ ആസ്പദമാക്കിയ പ്രമാണം നിലകൊള്ളുന്നുവോ, അല്ല പ്രമാണത്തെ ആസ്പദമാക്കി ആ ശ്രേഷ്ഠത ഗംഭീരമാകുന്നുവോ? പ്രമാണത്തെ ആസ്പദമാക്കി. സ്വാമി നിർമ്മലാനന്ദഗിരി ധാരാളം പൈസയുള്ള ആളാണ്, അതുകൊണ്ട് ആധ്യാത്മികത ഗംഭീരമാണെന്ന് എന്ന് പറഞ്ഞാൽ പൈസ വലുതായി നിൽക്കുന്നുവോ, അയാളുടെ ആധ്യാത്മികത വലുതായി നിൽക്കുന്നുവോ? ആധ്യാത്മികത പൈസയെ ആസ്പദമാക്കി വരുമ്പോൾ പൈസയ്ക്കാണോ വലിപ്പം, ആധ്യാത്മികതയ്ക്കാണോ? അപ്പോൾ ആധ്യാത്മികത ഭൗതികതയ്ക്ക് ചാരുവായി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആധ്യാത്മിക വിനാശമുണ്ടാകുന്നുവോ, ആധ്യാത്മിക ഉത്സർജനമുണ്ടാകുന്നുവോ? അതാണ് പറഞ്ഞത്. അപ്പൊ പ്രമാണം ഏതായിരിക്കണം? കേവലമായിരിക്കണം. കേവലങ്ങളായ പ്രമാണങ്ങൾ ഉണ്ടാകണം എങ്കിൽ മനുഷ്യൻ അവന്റെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലേക്ക് പോകുന്ന ലോകങ്ങൾ പ്രത്യേകമായി വ്യവച്ഛേദിച്ച് ഉൾക്കൊള്ളുവാൻ അവന് കഴിയണം. അതിനെ മറ്റുള്ളതുമായി കലർത്താൻ ഇടയാവരുത്. ഇന്ന് ലോകം മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനെ കലർത്തുന്നു. ഈ അറിവില്ലായ്മയാണ് എന്റെയും നിങ്ങളുടെയും ശാപഗ്രസ്തമായ ജീവിതത്തിന്റെ തലം. അതിന് നമ്മൾ ആദ്യം ഈ കഠോപനിഷത്തിൽ നിന്ന് പഠിക്കുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നാ എന്റെ ഓർമ്മ, ഞാൻ വേറൊരു ദിശയിൽ മുമ്പ് ഞാൻ പറഞ്ഞു, പക്ഷെ നിങ്ങളോട് ഈ ഭാഷയല്ല ഉപയോഗിച്ചതെന്നു. ഇന്ന് ഏതായാലും നിങ്ങളൊരു ക്യാമ്പ് പോലെ വെച്ചപ്പോ എനിക്കിത് ആദ്യം മുതൽ പറയേണ്ടിയും വരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ വേറൊരു ഭാഷയിൽ ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഉപനിഷത്തില് നചികേതസിൽ നിന്ന് അച്ഛൻ പഠിക്കേണ്ടതും നചികേതസ് അച്ഛനിലൂടെ നമ്മയെല്ലാം പഠിപ്പിക്കുന്നതും ഈ സത്യമാണ്. അച്ഛാ, മുമ്പുള്ളവരെ അച്ഛൻ നോക്കൂ, ഒരു വാക്ക് പാലിച്ചിട്ടുണ്ട്. അച്ഛൻ വാക്ക് പാലിക്കണം. ഞാനിതാ യമന്റെ അടുക്കലേക്ക് യാത്രയാവുകയാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകളില് ബോധധാര പ്രവാഹം ഏറ്റവും കൂടുതൽ പ്രകടമാക്കിയിട്ടുള്ള അത്യന്ത ആധുനികമായ ചിന്തയെ പോലും ഉല്ലംഘിക്കുന്ന ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. അച്ഛനോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നാം കാണുന്നത് നചികേതസിനെ യമധർമ്മന്റെ കൊട്ടാരത്തിന് മുമ്പില് 3 ദിവസം കഴിഞ്ഞ് യമൻ വന്ന് കാണുന്നതായിട്ടാണ്. ഇതിനിടയിലുള്ള ഭാവമൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് വിടുകയാണ്. അവിടെ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി പിടിപ്പിക്കാം. പൗരാണിക ഋഷിയുടെ ചിന്താരീതി ഇതാണ്. ഇപ്പൊ ഞാനീ പറയുന്ന പോലെ തല്ലിപ്പരത്തിയൊന്നും ഋഷി പറഞ്ഞിട്ടില്ല. ഋഷി എതിരിക്കുന്ന ഒറ്റപ്പണിയേ ഉള്ളൂ. നചികേതസിനെ നാം കാണുന്ന അച്ഛന്റെ അടുക്ക് ഇത്രയും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം കാണുന്നത് 3 ദിവസം പോയി ആഹാരമില്ലാതെ ഉറങ്ങാതെ യമന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ കാവലായി അവിടെ നിന്ന് യമൻ കടന്നു വരുമ്പോൾ 3 ദിവസം പട്ടിണിയായിട്ട് നിന്ന് നചികേതസിനെ ഇങ്ങനെ പട്ടിണി നിന്നത് തന്റെ തെറ്റാണല്ലോ, തന്റെ എല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന് പരിതപിക്കുന്ന യമന്റെ സോളിലോക്കിയിലൂടെയാണ് നാം കാണുന്നത്. സോളിലോക്കി എന്നല്ലേ ഇംഗ്ലീഷ്? ആത്മഗതം. ആത്മഗതം പഴയ നാടകങ്ങളിലൊക്കെ കാണാം. നാടകങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ നാടകകൃത്തുകൾക്ക് അത് എഴുതാൻ അറിയില്ല. അതിന് കാരണം അവർക്ക് തന്നെ ഈ സാധനം ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നാടകങ്ങളൊക്കെ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന നോളജിൽപ്പെട്ടതാണ്. സബ്ജക്റ്റീവ് നോളജ് അതിലില്ല. പണ്ടുള്ളതിലൊക്കെ ഈ സബ്ജക്റ്റീവ് നോളജിന് അധികം പ്രാധാന്യമുണ്ട്. അതാണ് ഷേക്സ്പിയറുടെയും കാളിദാസന്റെയും ഒക്കെ ചിന്തകളുടെ ചതുരത. അപ്പം ഉപനിഷത്ത് കാലങ്ങളിൽ തന്നെ ഇത് വളരെ പ്രകടമാണ്. യമധർമ്മൻ രംഗപ്രവേശം ചെയ്യുമ്പോഴാണ് നാം ഇനി കാണുന്നത്. ഒരു നാടകീയമായ മുഹൂർത്തമാണ്. യമന്റെ ഗംഭീരമായ കൊട്ടാരം, അതിന്റെ വാതിൽക്കൽ ഒരുത്തൻ വന്ന് നിൽക്കുന്നു. അകത്തോട്ട് അവൻ പ്രവേശിച്ചിട്ടില്ല. 3 പകലുകളും 3 രാത്രികളുമായി ഇവൻ ഒറ്റക്കാലിൽ അവിടെ നിൽക്കുകയാണ്. ഇരുന്നിട്ടില്ല.
ഇന്നത്തെ പോലെ ഡോക്ടർ അകത്തുണ്ട് ഇരിക്കുന്നുള്ള കസേരയൊന്നും അവിടെ ഇല്ല. യമന്റെ കൊട്ടാരത്തിന്റെ വാതിക്കൽ ചെല്ലുമ്പോൾ യമൻ സ്ഥലത്തില്ല. യമൻ 3-ാം ദിവസം വരുമ്പോ ഇവനിങ്ങനെ നിൽക്കുന്ന കാണുകയാണ്. ഇങ്ങനെ നിന്നാൽ എന്താവും? ഇങ്ങനെ ഒരുത്തൻ വന്ന് അവനെ പരിചരിക്കാതെ നിന്നാൽ, കാരണം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പേരുടേതുമായ സ്വത്ത് ഏതോ ഭാഗ്യം കൊണ്ട്, ഏതോ ദൗർഭാഗ്യം കൊണ്ട്, 2 പദവും ചേരും, അതുകൊണ്ട് 2ഉം ചേർക്കണം. ഏതോ ഭാഗ്യം കൊണ്ട് സ്വന്തം പക്ഷത്ത് ഭാഗ്യം, വരാനിരിക്കുന്ന ഭാവിയുടെ പക്ഷത്ത് ദൗർഭാഗ്യം. അതിന്റെ സൂക്ഷിപ്പുകാരനായി മാറിയ ഞാൻ, അത് എനിക്കെന്ന പോലെ അന്യർക്ക് കൂടി പ്രയോജനമായത് ഞാൻ സൂക്ഷിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം അന്യന് പ്രയോജനപ്പെടാതെ ഈ 3 പകലുകളും 3 രാത്രികളും ഇരുന്നതിന്റെ ദുഃഖം ഏറ്റുവാങ്ങുന്ന ഒരു യമന്റെ ആത്മഗതത്തിൽ, അന്തർഗതത്തിലാണ് ഈ ചിന്ത ആവിർഭവിക്കുന്നത്. യമൻ ആലോചിക്കുകയാണ്, ഇതിൽ ഞാൻ ബോർഡ് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൻ സാധാരണ സ്ഥലം പോലെ കയറിയിരിക്കുമായിരുന്നു. ബോർഡുള്ളത് കൊണ്ടാണ്, പട്ടിയുണ്ട് കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അകത്ത് കയറാതെ വാതൊക്കെ നിന്നത്. സത്യത്തിൽ എന്നെ പോലൊരുവനാണ് അവൻ. അവൻ അകത്ത് കയറിയിരിക്കാവുന്ന, ഞാനും അവനും ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെയും അവന്റെയും അല്ലാത്ത ഈ സ്ഥലത്ത് പട്ടിയുണ്ട് കടിക്കുമെന്ന് ബോർഡ് എഴുതി വെച്ചത് നാളെ എന്നെ ഏതോ പട്ടി കടിക്കാൻ ഞാൻ ഇന്നേ എഴുതി വെച്ചതാണ്. മനസ്സിലായില്ല? ഇത് വിദ്യാഭ്യാസത്തിന്റെ വേറൊരു മുഖമാണ്. കാരണം ഇത് എന്റേതായത് ആ ബോർഡ് കൊണ്ട് മാത്രമാണ്. ആണല്ലേ? വേറെ എന്ത് അധ്വാനം എനിക്കിതിലുള്ളത്? എന്റേതെന്നത് ഒരു ബോർഡ് മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്റേതാണോ? ഈ ആത്മചിന്തനത്തിലാണ് വൈശ്വാനര പ്രവിശത്യതിർ ബ്രാഹ്മണോ ഗൃഹാൻ എന്ന മന്ത്രം തന്നെ ആവിർഭവിക്കുന്നു. അതിഥിയായ ഈ വിദ്യാർത്ഥി, ബ്രാഹ്മണൻ വിദ്യാർത്ഥി അഗ്നിയായി പ്രവേശിക്കുന്നു. അവനെ ശാന്തമാക്കണം. ഉദകം കൊണ്ടുവന്നാലും യമ എന്ന് യമന്റെ അന്ധക്കരണം പറയുന്നതായോ, ഭാര്യ പറയുന്നതായോ, മന്ത്രി പറയുന്നതായോ ഒക്കെ എടുക്കാം. ആരാണെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. നല്ലത് അന്തർഗതം പറയുന്നതായി എടുക്കുന്നതാണ്. ഇപ്പൊ ജലം കൊണ്ടുവന്നു, അതിഥിയെ സൽക്കരിച്ചു. അതിഥിയോട് പറഞ്ഞു, ഞാൻ ചെയ്ത ഈ തെറ്റിന് 3 വരങ്ങൾ എന്നോട് ചോദിച്ചോളാം. 3 ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ തന്നെ സാധിച്ചുതരാം. അങ്ങനെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റുപറ്റിയാൽ പിന്നെ പ്രായശ്ചിത്തമാണ്. ചോദിച്ചു, എന്തും ചോദിക്കും, 3 എണ്ണം ചോദിക്കും. പറ്റുന്നതല്ല, ഞാൻ അത് റെഡിയാക്കി തരാം. അപ്പൊ ആദ്യത്തെ വരവനുസരിച്ച് മിടുക്കനാണ് ഈ ചെന്നവൻ. ചെന്നപ്പോഴേ നമ്മളോടൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം തീർക്കും. ബബിൾ ഗം വേണമെന്നോ, അത് വേണമെന്നോ, ഇത് വേണമെന്നോ. ഇവൻ വളരെ മിടുക്കനായതുകൊണ്ട് ആദ്യ ചോദ്യത്തിന് ഒരു തട്ട് കെട്ടി. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എന്റെ അച്ഛൻ എന്നെ അറിയണം. യമന്റെ അടുക്കല്, മൃത്യുവിന്റെ അടുക്കൽ ചെന്നിട്ട് ആദ്യത്തെ വരത്തിൽ തന്നെ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ അറിയണമെന്ന് പറഞ്ഞാൽ മൃത്യുവിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് സ്പഷ്ടമാക്കുന്ന വരമാണ്. അങ്ങനെയുള്ളവന് മാത്രമേ മൃത്യുമുഖത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റൂ. മൃത്യു അവനെന്നും അകലെയാണ്. മൃത്യു അവന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. മൃത്യു തന്റെ ബോധത്തിലാണ് ഇരിക്കുന്നതെന്ന് ഈ ഉപനിഷത്തിലൂടെ നചികേതസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മൃത്യു നാം വരുത്തിയതാണ്. നമ്മുടെ ഇച്ഛയിൽ മാത്രമാണ് മൃത്യു കുടികൊള്ളുന്നത്, അല്ലാതെ ഭൂമിയിൽ മൃത്യുവില്ല. അതുകൊണ്ട് ഇതിന് മൃത്യു ഉപനിഷത്ത് എന്ന് വേണമെങ്കിൽ പേരുമിടാം. അപ്പോ മൃത്യുവക്ത്രത്തിലെത്തി അകത്തു പ്രവേശിക്കാതെ താൻ തിരിച്ചു പോകുമെന്ന് ഉറപ്പാക്കിയ ഒരു കുമാരന്റെ കഥ കൂടിയാണ്.
ഭംഗിയായി ആദ്യത്തെ വരത്തിൽ തന്നെ യമനെ കുടുക്കി. തഥാസ്തു എന്ന് യമൻ പറയുകയും ചെയ്തു. കൊടുത്തുപോയതാണ്. ചോദിച്ചു തന്നോളാമെന്നല്ലേ പറഞ്ഞു. ആദ്യത്തെ വരം കിട്ടി എന്ന് പറഞ്ഞാൽ നീ മൃത്യുവിൽ നിന്ന് ഒന്നാമത്തെ വരം കൊണ്ട് തന്നെ മോചിതനായി. 2, സ്വർഗപ്രാപ്തിക്കുള്ള ഇഷ്ടകകളെ കുറിച്ച് ചോദിച്ചു. സ്വർഗാദിമഗ്നിം, കർമ്മകാണ്ഡത്തിന്റെ ജടിലങ്ങളായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വർഗമായ അഗ്നിയെ കുറിച്ച് യമൻ പഠിപ്പിച്ചു കൊടുത്തു. അത് തിരിച്ച് യമനോട് നചികേതസ് നല്ല വിദ്യാർത്ഥി എന്ന നിലയിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ യമന് സന്തുഷ്ടിയായി, നല്ല വിദ്യാർത്ഥിയാണ്. 3ാമത്തെ വരത്തിൽ ആത്മവിദ്യയെ പറ്റി ചോദിക്കുകയാണ്. അപ്പൊ സ്വർഗീയമായ അഗ്നിയെ